ഇന്ത്യ സന്ദർശിക്കുന്ന താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ വെച്ച് പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകി. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്താ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കളികൾ അവസാനിപ്പിക്കണമെന്നാണ് മുത്തഖി ആവശ്യപ്പെട്ടത്. അഫ്ഗാനെ കൂടുതൽ പ്രകോപിപ്പിക്കരുതെന്നും അഫ്ഗാനുമായി കളിച്ചാൽ ബ്രിട്ടീഷുകാരോടോ അമേരിക്കക്കാരോടോ ചോദിച്ചാൽ ഭവിഷ്യത്ത് മനസ്സിലാക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അഫ്ഗാൻ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വർദ്ധിച്ചുവരുന്ന ശത്രുതയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവനകൾ. ചർച്ചയ്ക്കുള്ള വാതിൽ തുറന്നിട്ടുണ്ടെന്നും 40 വർഷത്തിനു ശേഷം രാജ്യത്ത് കൈവരിച്ച സമാധാനവും പുരോഗതിയും തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി അഫ്ഗാൻ മണ്ണ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് മുത്തഖി ഇന്ത്യക്ക് ഉറപ്പ് നൽകി. मोहतरम ज़बीउल्लाह मुजाहिद साहब ने रिपोर्ट किया कि काबुल में एक आवाज़ सुनाया, तो रात भर उसकी जो तलाश हुआ अभी तक कोई नुकसान का कोई ख़बर नहीं आया है और ये भी पता नहीं चला कि ये आवाज़ क्या चीज़ के थे. क्या उधर कोई मादनियात में काम करने वालों ने कुछ चीज़ों को धमाका दिया या कोई बात है. अलबत्ता सरहदी इलाकों में जो हमारे दूर दराज इलाके हैं वहाँ पे कुछ अटैक हुआ है. हम उसकी मज़म्मत करता है और हम पाकिस्तान हुकूमत का ये काम एक बड़ा गलती समझता है और इससे मसाइल हल नहीं हो सकता है. अफ़गानिस्तान का तारीख़ गवाह है कि ऐसा मसाइल ज़ोर से हल नहीं. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകൾ വരുന്നത്, ഇന്ത്യ കാബൂളിലെ തങ്ങളുടെ ടെക്നിക്കൽ മിഷന്റെ പദവി ഉയർത്തി പൂർണ്ണമായ ഒരു എംബസിയായി പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഒപ്പം ഇന്ത്യ 6 പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും 20 ആംബുലൻസുകളും MRI CT സ്കാൻ മെഷീനുകളും ഉൾപ്പെടെയുള്ള ആരോഗ്യ സഹായങ്ങൾ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ നിർബന്ധിതമായി തിരിച്ചയച്ച അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനും മറ്റു സഹായങ്ങൾ നൽകുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അറിയിച്ചു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്, താലിബാൻ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യം കാബൂളിൽ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുണ്ട്. തഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദികളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന പുറത്തു വരുന്നത്, ഭീകരർ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് സഹിക്കില്ലെന്നും തങ്ങളുടെ ക്ഷമ നശിച്ചുവെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നറിയിപ്പ് നൽകി.